ഈ കൊച്ചു പ്രസവിച്ച് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം അതിൽ കീറും. കാരണം തള്ള 9 മാസം കടന്ന് അപ്പുറത്തുകാരുമായിട്ട് കോഴി കയറിയെന്നും പറഞ്ഞ് കോഴിയെ എറിഞ്ഞ് ഓടിച്ചു. അവരോട് കയറി കൊമ്പ് കോർത്തു, ഇങ്ങോട്ട് ചാഞ്ഞ് നിന്ന് അവരുടെ ഓലമടൽ വെട്ടി വാക്കത്തി എടുത്ത് കൊച്ചിതെല്ലാം അകത്ത്. അവന് ഇറങ്ങി വരുമ്പോൾ അവന് കത്തി അല്ലെങ്കിൽ കത്രി എടുത്തോണ്ട് വരും, നിന്നെ കണ്ടിക്കുമെന്നും പറഞ്ഞ്. 9 മാസം ഇത് കണ്ടല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അതേസമയം ഉദരത്തിലൊരു കുഞ്ഞുരുവാമേ, നീ വേദപുസ്തകം വായിച്ചേ, ഇരുന്ന് പ്രാർത്ഥിച്ചേ, വചനം ധ്യാനിച്ചേ, ആത്മീയ വിഷയങ്ങൾ ഒരു പാട്ടൊക്കെ പാടിക്കേ. ട്യൂണൊന്നും വലുതായിട്ടില്ലെങ്കിൽ ചുമ്മാ ആണെങ്കിലും പാടിക്കേ. ഈ കൊച്ചിനും ഇത് താല്പര്യം വരും. അതിനെ പ്രസവിച്ചിട്ട് കഴിയുമ്പോൾ ചില പാട്ട് പാടുമ്പോൾ കൊച്ചുങ്ങൾ ശ്രദ്ധിക്കുന്ന കണ്ടിട്ടില്ലേ? അകത്ത് കിടന്ന് ഈ ഹൈന്ദവ പുരാണത്തിൽ പത്മവ്യൂഹം സൃഷ്ടിച്ചൊരു കഥയുണ്ട്. പത്മവ്യൂഹം. കൊച്ചകത്ത് കിടന്ന് പത്മവ്യൂഹം ഉണ്ടാക്കുന്നതിനെ പറ്റി കേട്ടു. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തപ്പം പുള്ളി ഇങ്ങനെ മൂളി 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 പുള്ളി അങ്ങ് ഉറങ്ങി. പിന്നെ മൂളിയത് വേറെ ആളാ. ഇത് പറഞ്ഞു കൊടുത്ത പുള്ളിക്ക് മനസ്സിലായി മൂള് എന്നത് വേറെ ആളാണല്ലോ എന്ന്. അന്നേരം അങ്ങ് നിർത്തി. അപ്പൊ ഇത് പത്മയോഗം സൃഷ്ടിക്കുന്നതേ കൊച്ചു കേട്ടുള്ളൂ. ഇതിന്റെ വെളിയിൽ ഇറങ്ങുന്നത് അറിയാൻ മേല. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ ഈ അകത്ത് കിടക്കുന്ന കുഞ്ഞ് ഇതൊക്കെ ശ്രദ്ധിക്കും. അമ്മയുടെ ചലനം, അമ്മയുടെ ചിന്ത, അമ്മയുടെ ഇടപാട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോണം. കൊച്ച വയറ്റിൽ ഉരുവായി. അമ്മായിയമ്മയായിട്ട് എന്നും ഗുസ്തിയാ. അമ്മായിയമ്മയായിട്ട് എന്നും ഗുസ്തിയാ. ഈ കൊച്ചു വെളിയിലോട്ട് വന്നാൽ മുഴുവൻ ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്നാന്ന് ഒരു അരുതാഴിയ പോലെ. ഞാൻ അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. ഈ സ്ത്രീയോട് പറയാ, വളരെ സൂക്ഷിച്ചോണം. നിന്റെ ഉദരത്തിലൊരു കുഞ്ഞുരുവാകാൻ പോവാ. സൂക്ഷിക്കുക. പിന്നെ വീഞ്ഞും മദ്യവും കുടിക്കരുത്. അല്ല, ആവശ്യമില്ലാത്തതൊന്നും കുടിക്കുകയും കഴിക്കുകയും ചെയ്യരുത്. അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ആവശ്യമില്ലാത്തതൊന്നും തിന്നുകയും ചെയ്യരുത്. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തിക്കും തൊടിപ്പിക്കരുത്. നാസീവർത്തസ്ഥനാവൻ. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീവർത്തസ്ഥന. നാസീവർത്തസ്ഥന്റെ പ്രമാണം സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഒന്ന് വായിച്ചേ. സംഖ്യ 6:1 മുതൽ വായിച്ചേ. നാസീവർത്തസ്ഥന്റെ പ്രമാണം. അറിവുള്ള വാക്യമാണ്, എന്നാലും വായിച്ചോ. 6:1 മുതൽ വായിച്ചോ. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീവ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിക്കണം. പിന്നെ വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. തന്റെ നാസീവ്രതകാലം ഒക്കെയും കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത് ഒന്നും അവൻ തിന്നരുത്. നാസീവ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കുന്ന കാലം തികയോളം അവൻ വിശുദ്ധനായിരിക്കണം. യഹോവയ്ക്ക് നാസീവർത്തസ്ഥനാ. ഇതാണ് നാസീവർത്തസ്ഥന്റെ പ്രമാണം. ഈ പ്രമാണം ശിംശോനുണ്ട്. ധാരാളം കാര്യങ്ങളുണ്ട്, എല്ലാം എടുപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ശിംശോൻ ജനിച്ചു. ശിംശോനെ ഈ സ്ത്രീ പ്രസവിച്ചു. 24-ാം വാക്യം വായിച്ചേ. 13:24. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അനന്തരം മാനോഹയുടെ ഭാര്യ ഈ സഹോദരി ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. അടുത്തത് സോരയ്ക്കും എസ്തായോലിനും മധ്യേയുള്ള മകനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. ദൈവാത്മാവിനാൽ നടത്തപ്പെടുക. ഉദ്യമിപ്പിച്ചു.
ഒന്ന് ഇവൻ നാസീവ്രതസ്ഥനാ. മുന്തിരി കടിക്കരുത്, കാടി കുടിക്കരുത്, തൊലി തിന്നരുത്, കുരു തിന്നരുത്, പച്ചയാകട്ടെ പഴുത്തതാകട്ടെ ഒന്നും രുചിച്ചേക്കരുത്. മുന്തിരിയുടെ കാടിയാകട്ടെ, വീഞ്ഞിന്റെ കാടിയാകട്ടെ, മട്ടാകട്ടെ ഒന്നും പാടില്ല. ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്. അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ആര് മരിച്ചാലും ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്, ജട കത്തിരിക്കരുത്. യഹോവയുടെ നാസീവ്രതം ശിരസില. ഇപ്പം വ്രതസ്ഥനാ. പെന്തിക്കോസുകാരോട് പറയാം, നീ വ്രതസ്ഥനാ, നിനക്ക് വ്രതമുണ്ട്. എല്ലാരും കഴിക്കുന്നതും എല്ലാരും കുടിക്കുന്നതും എല്ലാരും ചെയ്യുന്നതും എല്ലാരും പോകുന്നത് പോലെ എല്ലാരും ജീവിക്കുന്നത് പോലെ ജീവിക്കാനും പോകാനും ചെയ്യാനും നിൽക്കാനും നിനക്ക് പ്രമാണമില്ല. നീ പെന്തിക്കോസാ. ആരോട് പറയാനാ? സ്തോത്രം. വെറുതെ പാട്ട് പാടിയാ പോലെ പെന്തിക്കോസു നാളിൽ മുൻമഴ പെയ്യിച്ച, പിന്നെ പെന്തിക്കോസു നാളിൽ, ആ അർത്ഥത്തിലല്ല ഞാനീ പറഞ്ഞത്. നീ യഹോവയ്ക്ക് നാസീവ്രതസ്ഥനാ. ഒരു ദൈവവൈദ്യന് വ്രതമുണ്ടെന്ന്. എല്ലാരും കഴിക്കുന്നതും എല്ലാരും കുടിക്കുന്നതും എല്ലാരും ചെയ്യുന്നതും എല്ലാരും പ്രവർത്തിക്കുന്നതും ചെയ്യാനും പ്രവർത്തിക്കാനും കൂടാനും കഴിക്കാനും നമുക്ക് പ്രമാണമില്ല. നീ വേർപെട്ട ദൈവവൈദ്യനാ. സ്തോത്രം. അങ്ങനെയുള്ള ശിംശോൻ ആത്മാവ് ഇവനെ ഉദ്യമിപ്പിച്ചു, ദൈവം ഇവനെ അനുഗ്രഹിച്ചു. അനുഗ്രഹമൊക്കെ കിട്ടി, ദൈവാത്മാവിനാൽ ഉദ്യമവും ഒക്കെ പ്രാപിച്ച് ഇവൻ നേരെ തിമ്മിനേക്ക് പോയി. അവിടെ ചെന്ന് ഒരു പെങ്കൊച്ചിനെ കണ്ടു. നേരെ അവിടെ പോയി. ഇവനറിയാം എവിടെ ചെന്നാ ഇതൊക്കെ കാണാം. ചിലക്കറിയാം എവിടെ നിന്നാൽ കാണാം. അവർക്ക് ആ സ്ഥലങ്ങളൊക്കെ അറിയാം. ആരോട് സംസാരിച്ചാലാണ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട്? ചിലരോട് അധികം സംസാരിക്കത്തില്ല. കാരണം ഇവരുടെ ഇഷ്ടത്തിന് അവർ സംസാരിക്കുകയല്ല, അന്നേരം സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ചിലരോട് നല്ലതുപോലെ കാരണം അവരുടെ ആ നല്ല ചേരുംപടി ചേർത്ത്, നമ്മൾ മലയാളത്തിൽ ഉണ്ടായിരുന്ന ചേരുംപടി ചേർത്ത് നന്നായിട്ട് സംസാരിക്കും. ശിംശോൻ അറിയാം എവിടെ ചെന്ന്. ഇവൻ നേരെ തിമ്മിനേക്ക് പോയി. 14-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ നിന്ന് ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. തിമ്നയിൽ നിന്ന് ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. കണ്ടോ? ഫെലിസ്ത്യർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ശത്രുക്കളാ. അവിടെ ചെന്ന് കണ്ടു. എവിടെ കണ്ടു? അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. എനിക്ക് ഒരു കാര്യത്തിൽ ശിംശോനോട് ഒരു ബഹുമാനം. ഇത് കണ്ടിട്ട് വന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞല്ലോ. ഇതിന്നത്തെ ശിംശോന്മാര് അവളുമായിട്ട് വീട്ടിൽ വരുമ്പോൾ അപ്പനും അമ്മയും സാംസ ഇതാരാ? ഇത് ദൈവം എനിക്ക് തന്നതാ. യോടി എന്നായിരുന്നു അത്? രജിസ്റ്റർ ചെയ്തിട്ട് 5 മാസമായി. യോ, നീ ഈ വീട്ടിൽ തന്നെ അല്ലായിരുന്നു? വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങളത് നേരത്തെ. ആകെ ഒരു മോന. പിന്നെ അപ്പനും അമ്മ എന്നാ ചെയ്യാനാ? എനിക്ക് ശിംശോനോടൊരു ബഹുമാനം. ഇവനെ അപ്പനോടും അമ്മയോടും വന്ന് പറഞ്ഞല്ലോ, പപ്പാ മമ്മി ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. എന്നാലും തന്നെയല്ല, എനിക്ക് പിന്നെയും ബഹുമാനം അപ്പനെയും അമ്മയും കൂട്ടിക്കൊണ്ട് പോയി. അല്ലാതെ ഇവൻ അവളുമായിട്ട് കറങ്ങി നടക്കുകയല്ല. ബുള്ളറ്റേൽ 2 പേർക്കും 2 ഹെൽമെറ്റും. ആരും അറിയത്തുമില്ല ഇത് ശിംശോനാന്നോ. യോടി ശിംശോനെ, ഒരുമാതിരിപ്പെട്ട ശിംശോനെല്ലാം ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഹെൽമെറ്റ് വെക്കുന്നോണ്ട് അറിയുന്നില്ലല്ലോ. ഗവൺമെന്റ് നല്ല നിയമമാ, സുരക്ഷയ്ക്ക് വേണ്ടിയാ. സുരക്ഷയാ. ചിലപ്പോൾ അപ്പം നിൽക്കുന്ന സൈഡിൽ കൂടെ ആയിരിക്കും ബുള്ളറ്റ് അവളുമായിട്ട്. തന്നെയല്ല, ഇപ്പം ആണാണോ പെണ്ണാണോന്ന് അറിയാൻ പറ്റില്ല. പെണ്ണുങ്ങളും ജീൻസും ഒക്കെ ഇട്ട് ഷർട്ടും ഒക്കെ ഇടുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അപ്പൻ്റെ അടുക്കൊണ്ട് വേണേ അപ്പനെ ഒന്ന് ഓൺ അടിച്ചേച്ചാ ഇവൻ
കീന്ന് ഒരടി അണ്ണ അപ്പൻ നോക്കിയും അപ്പന് ഓർത്ത് അവൻ്റെ ഫ്രണ്ട് ആയിരിക്കും. അപ്പൊ അപ്പനോട് ചോദിച്ച ആരാ പോൻ? അത് അവനും കൂട്ടുകാരനും കൂടെ ജോലിക്ക്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ സാംസൺ അവളെയും കൊണ്ട്? സ്തോത്രം. എനിക്ക് ശിംശോനോട് ഇഷ്ടം. ഇവൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ട് തിരിച്ചു വന്ന അപ്പനോടും അമ്മയോടും പറഞ്ഞു, അച്ഛാ ഞാനൊരു പെൺകൊച്ചിനെ കണ്ടു. അങ്ങനല്ലേ എഴുതിയേക്കുന്ന വായിര്? അപ്പനോടും അമ്മയോടും അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. അപ്പനെയും അമ്മയെ അറിയിച്ചു. പിന്നെ ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു. അതും പറഞ്ഞു, ഞാന് പപ്പ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു കേട്ടോ. അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അതും അവൻ പറഞ്ഞു, ഉള്ള കാര്യം തുറന്ന് പറഞ്ഞു. ഈ മാതാപിതാക്കളോട് മക്കൾ തുറന്ന് പറയണം. മാതാപിതാക്കളും മക്കളോട് തുറന്ന് പറയണം. കാര്യങ്ങൾ തുറന്ന് പറയണം. ഇല്ലെങ്കിൽ അത് വലിയ വിപത്തായി തീരും. ഇവൻ അപ്പനോടും അമ്മയോടും കാര്യം പറഞ്ഞ് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, എനിക്ക് അവളെ ബോധിച്ചു, എനിക്ക് അവളെ ഭാര്യയായിട്ടും എടുക്കണം. അല്ലാതെ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ നീ അവൾക്ക് മിസ് കോൾ കൊട്ട് നിങ്ങൾ രണ്ടോട് സംസാരിച്ച് അവസാനം അവൾ പറയാം നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോകാം. അങ്ങനെ അവൻ ചോദിക്കും എങ്ങോട്ടാണ് പോകണ്ടേ? നമുക്ക് മൂന്നാറിന് പോയാലോ? ഓ തണുപ്പാടി, എനിക്ക് അന്നേ ശ്വാസം മുട്ടലും ഉള്ളതാണ്. എന്നാൽ നമുക്ക് നോർത്ത് ഇന്ത്യക്ക് പോകാം, അവിടെ ചൂടല്ലേ. എനിക്ക് കണ്ടമാനം ചൂട് പഠിക്കാൻ ഒക്കത്തില്ല. എന്നാൽ നമുക്ക് ചെറായി ബീച്ചിലോട്ട് പോകാം. ഓ ഹ്യൂമിഡിറ്റിയാ, അതും എനിക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞേ? ശിംശോൻ കാര്യമല്ല അപ്പനോടും അമ്മയോടും പറഞ്ഞു. അപ്പൊ അപ്പനും അമ്മയും പറഞ്ഞു അയ്യോ നമുക്കിത് പ്രമാണമില്ല ഫെലിസ്ത്യരുമായിട്ട് ബന്ധത കൂടാൻ. അടുത്ത വാക്യം വായിച്ചേ. അവന്റെ അപ്പനും അമ്മയും അവനോട് അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരു തീയും ഇല്ലയോ എന്ന്. അയ്യോ ഇവിടെ ആരും ഇല്ലയോ? നമ്മൾ ദാൻ ഗോത്രക്കാരാ. നമ്മൾ ഇസ്രായേൽ ഗോത്രം 12 ഉള്ളതിൽ ഒരു ഗോത്രമാണ് ദാൻ ഗോത്രം. ആ ദാൻ ഗോത്രത്തിൽപ്പെട്ടവരാ നമ്മൾ എന്ന് പറഞ്ഞ അപ്പനും അമ്മയും പറഞ്ഞാല് നമ്മൾ ദൈവകുഞ്ഞുങ്ങളാന്ന്. നീ ദൈവവൈതല, നീ രക്ഷിക്കപ്പെട്ട ദൈവവൈതല, നീ സ്നാനപ്പെട്ട ദൈവവൈതല, നീ അഭിഷേകം പ്രാപിച്ചടാ, നീ തിരുമേശ എടുക്കുന്നടാ, നീ ഇവിടെ വന്ന് പാട്ട് പാടുന്നടാ, നീ ഇവിടെ വന്ന് ആത്മാവിലാകുന്നടാ. സ്തോത്രം. നിനക്കൊരു പ്രമാണമുണ്ട്. ഇവിടെ കന്യകമാരില്ലാഞ്ഞിട്ടാണോ നമ്മുടെ ഗോത്രത്തിൽ? ഇവിടെ ഇല്ലയോ? സ്തോത്രം. ഒരു ദൈവവൈതൽ വളരെ സൂക്ഷിച്ചോണം. ദൈവവൈതൽ വളരെ സൂക്ഷിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശ എടുക്കുന്ന ദൈവവൈതൽ ഈ വിധ അനുഭവങ്ങളിൽ പെട്ടവരുമായിട്ട് ബന്ധത കൂടാൻ പാടുള്ളൂ. സ്തോത്രം. അത് ഇപ്പം ഭയത്തോടെ ഇടപെടേണ്ട വിഷയമാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞാലും പയറുപോലെ ആത്മാവിലാകുന്ന സഹോദരിയ, പടപടപടപടപടാന്ന് അന്യഭാഷ പറയുന്ന സഹോദരനാ. ചാട്ടവും തുള്ളലും ബഹളവും കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. പക്ഷേ പിന്നെ അവസാനം പേപ്പറിൽ പരസ്യം വരും, തൻ്റേതല്ലാത്ത കാരണത്താൽ. അങ്ങനല്ലേ റേച്ച? അതാ എങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പറഞ്ഞേ. 32 വയസ്സുള്ള യുവാവ് തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 32 വയസ്സുള്ള യുവാവ്. അതിനെ വേർപെടുത്തി അവള് വിടും. തന്നേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 30 വയസ്സുള്ള യുവതി. പിന്നെ ഇത് ആരുടെ കാരണമാ? പോസ്റ്റ്മാൻ പറഞ്ഞ പോലെ അല്ലയോ? അവിടെ സുഖം, ഇവിടെ പിന്നെ എനിക്കാന്നോടാ സൂക്കേട്. അയാൾ വലിച്ചു കയറി ദൂരോട്ട് കളഞ്ഞു. ആരും ആരും കേൾക്കുന്നില്ല. രണ്ടു കൂട്ടരും പറഞ്ഞ് തൻ്റേതല്ലാത്ത
9:30 നമുക്ക് ഷൂപ്പാസ് എന്നാൾ പറഞ്ഞതുപോലെ 21 കിടക്കുകയില്ലയോ? അപ്പം നമുക്ക് കുറേശ്ശെ ചിന്തിക്കാം. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. നീ ഒരു ദൈവ പൈതല, വ്രതസ്ഥന, വേർപാട് പാലിച്ചോണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങളും ബന്ധതകളും ഇടപാടുകൾക്കൊന്നും പോകരുത്. വിശ്വസ്തരും വിശുദ്ധരുമായി ദൈവത്തെ സേവിക്കണം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ.